ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനിങ്ങളൊക്കെ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് കവാസാക്കി നിഞ്ച H2R ഏതാണ് ഓയിലും ബ്രേക്ക് ഓയിലും അങ്ങനെ കുറേ ഓയിലുകളൊക്കെ എന്തായാലും മാറ്റിക്കൊണ്ട് എന്തായാലും നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും കടയിൽ കൊടുത്ത് എന്തായാലും വണ്ടി ഫുള്ളായിട്ട് റിപ്പയർ ചെയ്യണേക്കാളും നല്ലത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യണതാണ്. ഓക്കെ എന്നുവെച്ചാൽ സിമ്പിൾ സംഭവമാണ്, ഓയിലെല്ലാം തന്നെ വാങ്ങിച്ചിട്ട് മാറ്റിയാൽ മതി. ഓക്കെ അതെങ്ങനെയാണൊക്കെ മാറ്റണേണ്ടെന്നൊക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ നന്നായിട്ട് അറിയാം. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബ്രേക്ക് ഓയിൽ പിന്നെ ബാക്കിയുള്ള ഓയിൽസൊക്കെ എന്തായാലും മാറ്റിക്കൊണ്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ഇനി 2-3 ഓയിലും കൂടെ ഒഴിക്കാനായിട്ട് ഞാൻ പിന്നെ വണ്ടി ഫുള്ളായിട്ട് തണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ടിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ ഇത് എന്തിനാണ് ഇങ്ങനെ പൊക്കിയിട്ടെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ബ്രേക്ക് ഓയിലൊക്കെ ഒഴിക്കാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേസ്. ഉണ്ട് കറക്റ്റായിട്ട് ആ വണ്ടി ഇങ്ങനെ പൊക്കിയിട്ടിരിക്കുകയാണ് ആ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോൾ നമുക്ക് ടയറും ബാക്കി വണ്ടിയുടെ സസ്പെൻഷനും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓയിലുകളൊക്കെ എന്തായാലും അങ്ങ് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കാം കേസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓയിലൊന്ന് മാറ്റിട്ട് ഓക്കെ നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റി ഫുള്ളായിട്ട് വണ്ടി സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി കേസ് നമ്മുടെ കവാസാക്കി നിഞ്ച H2R ഫുള്ളായിട്ട് ഓയിലും ബ്രേക്ക് ഓയിലും എല്ലാം ഫുള്ളായിട്ട് എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഞാൻ വണ്ടികളൊക്കെ നമ്മുടെ ആ ഒരു സാധനത്തിൽ തന്നെ എന്തായാലും ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, വണ്ടികളൊക്കെ പൊക്കിയിട്ടൊക്കെ ആ ഒരു സ്റ്റാൻഡിൽ. ഓക്കെ അപ്പോൾ വണ്ടിയുടെ ടയറും സസ്പെൻഷനൊക്കെ ഫുള്ളായിട്ട് നോക്കി, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും തന്നെയല്ല, ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. ഇത് ഇനി ഒന്നും കൂടെ വാഷിങ്ങളൊക്കെ ചെയ്യണം, എന്നാൽ ഫുള്ളായിട്ട് പണികളൊക്കെ തീരുന്നതാണ്. പിന്നെ നമ്മളാണെങ്കിൽ കുറേ കഷ്ടപ്പെട്ടാണ് കേസ് വണ്ടിയുടെ ഓയിലൊക്കെ മാറ്റിയത്. ഓക്കെ നമ്മുടെ ദേഹത്തും വായിലും ഫുള്ളായിട്ട് എന്തായാലും ഓയിലൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. കൂടുതലും മുഖത്താണ്, അത് മാത്രമല്ല വായിൽ ഇഷ്ടം പോലെ ഓയിലുകളൊക്കെ കയറി പോയിട്ടുണ്ട്. വയറിന് പണി കിട്ടുമോ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ഫ്രഷായി ഒന്ന് വന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം കേസ്. ഓക്കെ ഫസ്റ്റ് എന്തായാലും ഒന്ന് പോയി ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം കേസ്. ഭയങ്കര ക്ഷീണങ്ങളൊക്കെയാണ്, ഇന്ന് രാവിലെ എണീറ്റാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഫൈനലി അങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്തായാലും ഫൈനലി ഗൈസ് എന്തായാലും എണീറ്റിട്ടുണ്ട്. ഇതെന്തോണ് ഗൈസ്, ഞാനെങ്ങനെ ബൈക്ക് ഓടിക്കണ്? വെയിറ്റ് എ മിനിറ്റ്. ഞാനാണെങ്കിൽ ഗൈസ് നേരത്തെ ഫ്രഷ് ആയിട്ട് എന്തായാലും കിടന്ന് ഉറങ്ങാനായിട്ട് ഞാൻ ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ഞാനെങ്ങനെ ബൈക്ക് ഓടിക്കണ്? അല്ല വേറൊരു സംഭവമുണ്ട്. എടേ ഗൈസ് നൈസായിട്ട് പണി പാളിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഒരു ബൈക്കായി മാറിയേക്കാണ്. ദൈവം ഇതെങ്ങനാ? എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് ഒരു ബൈക്കായിട്ട് മാറിയേക്കാണ് ഗൈസ്. നമ്മുടെ കവാസാക്കി നിഞ്ച H2R ഇല്ല ഗൈസ്, നമ്മൾ വെളിയിൽ പാർക്ക് ചെയ്ത ആ സ്റ്റാൻഡിൽ ഇട്ട് വെച്ച വണ്ടിയാണ്, ഇപ്പോൾ ആ സ്റ്റാൻഡോടെ കാണാനില്ല കേസ്. ഓക്കെ അത് മാത്രമല്ല കേസ് നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ ഒരു ബൈക്കായിട്ട് മാറിയേക്കാണ്. എൻ്റെ മോന് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ കവാസാക്കി നിഞ്ച H2R ആയി പോയേക്കാണ് കേസ്. ഓക്കെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണം. ഓക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബൈക്കാവാൻ പറ്റണമെന്ന് ഒരു ഐഡിയ തന്നെയില്ല. ഞാൻ കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്, ഇപ്പോൾ എണീറ്റപ്പോഴാണ് വെളിയിൽ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഞാൻ ബൈക്കായിട്ടിരിക്കണം. ഓക്കെ പക്ഷെ ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ തന്നെയില്ല. പക്ഷേ നമ്മൾ ബൈക്കായി കഴിഞ്ഞാൽ കുറേ ഉപയോഗങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഓടി നടക്കാൻ കഴിച്ചു, വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെ ചെയ്യണ്ട. അതുപോലെ തന്നെ ഒരിക്കലും പെട്രോളോ കാര്യങ്ങളൊന്നും തന്നെ തീർന്നെന്തായാലും പോകത്തില്ല കേസ്. ഓക്കെ ഞാൻ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴാണ് കേസ് വണ്ടിയുടെ ടയറുകളൊക്കെ ഇറങ്ങണം. എന്നാലും കേസ് നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ കേസ് ഒരു ബൈക്കായിട്ട് മാറി, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതേപോലെ ഇങ്ങനെ പഴയതുപോലെ മനുഷ്യനാവും എന്തോ ഇത്, എനിക്കൊരു ഐഡിയ തന്നെയില്ല. കണ്ടേ പക്ക ഒരു ബൈക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെയാണ് കേട്ടോ, ആളില്ലാത്ത ഓർഡർ ബൈക്ക് പോലെയാണ് കേസ് കണ്ടിട്ട് തോന്നണത് കേസ്. ഓക്കെ എൻ്റെ പോനെ സത്യത്തിൽ കേസ് നമ്മുടെ ഫ്രാങ്ക്ലിനെ ഒരു ബൈക്കായിട്ട് മാറിയേക്കാണ്. ഓക്കെ എൻ്റെ പൊന്ന് കേസ് എന്ത് പറയാനാണല്ലേ, എങ്ങനെയാണ് ബൈക്കായതെന്ന് എനിക്ക് തോന്നണ കേസ് മിക്കവാറും കേസ് ആ ഒരു ഓയിലിൻ്റെ പവർ ഉണ്ടായിരിക്കുക കേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ബ്രേക്ക് ഓയിലുകളൊക്കെ മാറ്റിയ സമയത്ത് എൻ്റെ കയ്യിലും വായിലും ദേഹത്തും മുഖത്തൊക്കെ ഫുള്ളായിട്ട് ബ്രേക്ക് ഓയിലുകളൊക്കെ നല്ലതിരിക്കുന്നത് തെറിച്ചത്. അപ്പോൾ എൻ്റെ ബ്രേക്ക് ഓയിലുകളുടെ അംശങ്ങളൊക്കെ എൻ്റെ വാക്കകത്ത് പോയിരുന്നു. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വായുടെ അകത്ത് എന്തായാലും പോയിരുന്നു എൻ്റെ ബ്രേക്ക് ഓയിലിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ. അങ്ങനെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ഫ്രാങ്ക്ലിൻ ബൈക്കായത്. ഓക്കെ അത് മാത്രമല്ല അത് സ്പെഷ്യൽ മാജിക്കൽ പവർഫുള്ളായിട്ടുള്ളൊരു കവാസാക്കി നിഞ്ച H2R ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലും കൂടെയാണ് കേസ്. ഓക്കെ മാജിക്കൽ ഓയിലാണ്. ഞാൻ വിചാരിച്ച വല്ല സ്പീഡ് വല്ല കൂടുമെന്ന് വിചാരിച്ചാണ് ഞാൻ എന്തായാലും
എടുത്ത സ്പീഡല്ല, നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന സമയം നല്ല അടിപൊളിയായിട്ട് നിൽക്കുമെന്നൊക്കെ വെച്ചാണ് ഞാൻ മാജിക്കലായിട്ടുള്ള ആ ഒരു ഓയിലെടുത്തത്. പക്ഷെ അത് നമ്മുടെ വായിലങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ബൈക്കായി മാറും ഗൈസ്. ഓക്കെ, അയ്യോ എടാ എടാ അയ്യോ പ്രേതം, അയ്യോ പ്രേതം, അയ്യോ ചേച്ചി ഞാൻ പ്രേതമൊന്നുമല്ല ചേച്ചി, ഞാൻ ഒരു ബൈക്കായിട്ട് മാറി. ബൈക്ക് സംസാരിക്കണ? ഇതൊക്കെ എങ്ങനെയാ? അയ്യോ ഞാൻ ഓടിപ്പോട്ടെ, അയ്യോ പ്രേതം, അയ്യോ ഒരു മനുഷ്യനൊരു ബൈക്ക് പിടിച്ച് കടിച്ച് തിന്ന് ബൈക്കായി മാറിയേ, അയ്യോ ഒരു മനുഷ്യൻ ബൈക്കായി മാറിയേ, അയ്യോ ചേച്ചി ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ ഒറിജിനലായിട്ടൊരു മനുഷ്യനാണ്, ഒന്ന് പോടോടന്ന്. ഈ ചേച്ചിയോടൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല കേസ്, നമ്മളങ്ങനെ ഒരു ബൈക്കായി പോയി കേസ്. ഇനി എന്തിയോ എന്തൊക്കെ നമുക്കിനി എങ്ങനെ തിരിച്ച് പഴയതുപോലെ ആവാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നണ കേസ്. നമ്മൾ ഒരിക്കൽ കൂടെ ആ ഓയിലെടുത്ത് കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആവുമായിരിക്കും. ഓക്കെ, ആ ഒരു ഓയിലിങ്ങളൊക്കെ നമ്മുടെ ഗ്യാരേജിൻ്റെ അകത്തുകൊണ്ട് വെച്ചേക്കാണ്. നമുക്ക് ആ ഓയിലിനെ ഇടിച്ച് തെറിപ്പിച്ച് കഴിയാൻ മിക്കവാറും നമ്മൾ പഴയതുപോലെ ആവും. നമുക്ക് നല്ല നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഇവിടെ ഇപ്പം എന്തായാലും പഴയതുപോലെ ആയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ആ ഒരു ഓയിലില്ല, ആ ഒരു ബ്രേക്ക് ഓയിൽ, ആ മാജിക്കൽ ബ്രേക്ക് ഓയിൽ, അതിൻ്റെ ആ കുറച്ച് അംശം വായിൽ വീണപ്പോഴാണ് കേസ് നമ്മൾ ബൈക്കായിട്ട് മാറിയൊക്കെ. നമ്മളാണ് പിന്നെ അതെന്തായാലും തട്ടിയിട്ട് നമ്മളെന്തായാലും കുറച്ച് നമ്മളെ ബാക്കിയത് എന്തായാലും ആ ഒരു ഓയിൽ വീണായിരുന്നു. അപ്പോൾ നമ്മൾ പഴയതുപോലെ തിരിച്ച് മനുഷ്യനായി. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ സംഭവം വല്ല ഫേക്കാണ്, അതിനി വേറെ ആരെങ്കിലും നമ്മളെ വല്ല എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കിയതാണ്, ഒരു ഐഡിയ തന്നെയല്ല. പക്ഷെ നമ്മളെന്തായാലും തിരിച്ചത് വായിലേക്ക് എന്തൊക്കെയോ ആ ഒരു ഓയിൽ കണക്കുള്ള അല്പം എന്തായാലും വായിലെന്തായാലും വെച്ചപ്പോൾ നമ്മൾ പഴയതുപോലെ മനുഷ്യനായി. എന്തായാലും ഈ സംഭവം ഒരിക്കൽ കൂടെ വർക്കാവണം എന്തായാലും നോക്കി വെക്കാം. നമ്മുടെ ആ ഒരു ഓയിലുകളൊക്കെ ഇവിടെ ഇരിപ്പണോ, അല്പം എടുത്ത് എന്തായാലും ബാക്കിയാത്ത നിൽക്കുക. ഇങ്ങനെ വെക്കണം നല്ലതല്ല കേട്ടോ, കെമിക്കലും കണക്കാണ്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം നമ്മൾ ഒരിക്കൽ കൂടെ ബൈക്ക് ആവുമെന്ന്, ചുമ്മാ ചെക്കിങ് ആണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ പിന്നെ എന്നാലും ആ ഒരു മാജിക്കലായിട്ടുള്ള ഒരു ബ്രേക്ക് ഓയിലുകളൊക്കെ എടുത്ത് കുടിച്ചാൽ പിന്നെയും കേസ് എന്നാലും പഴയതുപോലെ ബൈക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതും സ്പെഷ്യലായിട്ടുള്ളൊരു മാജിക്കലായിട്ടുള്ളൊരു ബ്രേക്ക് ഓയിലുകളൊക്കെയാണ്. ഓക്കെ, എൻ്റെ പൊന്ന് കേസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേസ്, ഒരു ബ്രേക്ക് ഓയിൽ എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞ് ബൈക്കായി മാറണം. ഓക്കെ, എന്തായാലും ഇത് പുതിയൊരു അടിപൊളി കണ്ടുപിടുത്തമാണ്. ഓക്കെ, നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബൈക്കാവാം കേസ്. ഓക്കെ, എന്തായാലും നൈസാണ്. ഓക്കെ, ഇനി തിരിച്ച് പഴയതുപോലെ മനുഷ്യരാണ്, മുമ്പായിട്ട് കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കാണെങ്കിൽ എന്തായാലും ചുമ്മാ ഈ റാമ്പൊക്കെ എന്തായാലും ഒന്ന് ചാടാൻ കേസ്. ഫസ്റ്റ് അങ്ങ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എന്തായാലും ചാടി നോക്കാം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്തായാലും ചാടി എന്തായാലും നോക്കാം. എൻ്റെ മോനെ വേറെ ലെവലാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വലിയൊരു ചാടം കൂടെ എന്തായാലും ചാടാൻ കേസ്. നല്ല രസമുണ്ട് കേസ് ഇങ്ങനെ ബൈക്കായിട്ട് നടക്കാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു റാമ്പ് കണക്കെടുക്കാം. ഓക്കെ, തൊട്ട് ബാക്ക് സൈഡിലായിട്ടൊരു റാമ്പ് ഇരിക്കണില്ല, അതെടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ കവാസാക്കിയുടെ നിഞ്ച H2R കേസ്. ഓക്കെ, അതാണ് പറയാനുള്ളത്. ഓക്കെ, നമുക്കാണ് ഈ ഒരു റാമ്പ് കണക്കെ നൈസായിട്ട് അങ്ങ് എടുത്ത് ചാടാം. ഓക്കെ, എന്താവുമോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എൻ്റെ മോനെ കേസ് നമ്മളങ്ങനെ ഒരു ബൈക്കായി കൊണ്ട് കേസ് നമ്മളങ്ങനെ ചാടിയേക്കാണ്. എൻ്റെ മോനെ തറ വീഴുമോ, എൻ്റെ അമ്പോ, അടിപൊളി കേസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നടക്കാം. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറി വീഡിയോ ആണ്. സത്യം പറയുക ഇതെന്ന് വെച്ചാൽ ഒരു ട്രിക്ക് വെച്ചാണ് ഞാൻ എന്തായാലും മനുഷ്യനായിട്ട് എന്തായാലും ഇങ്ങനെ എന്തായാലും ആക്ട് ചെയ്ത് എന്തായാലും കാണിച്ച കേസ്. ഓക്കെ, അല്ലാതെ മാറിയിട്ടൊന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അല്ലാതെ വേറെ അതാണ് പുതിയ ക്യാരക്ടർ പോലും തന്നെ എന്തായാലും വന്നിട്ടില്ല, ഇതൊരു ട്രിക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയോളം ഇന്നത്തെ ഒരു വീഡിയോ ഞാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും കേസ് നാളെ എന്തായാലും ഒരു അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പം പുതിയൊരു കിടിലെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. ഓക്കെ.